പാവങ്ങളെയൊക്കെ നോക്കി അവിടെ നിൽക്കുന്നവരെയൊക്കെ ഞാൻ അവരെ പാവങ്ങളെ ഒരു 10-15 പേര് നിൽക്കുന്നു ഞാൻ നോക്കി. പക്ഷെ അതിന്റെ അകത്തൊരു ഇതെന്ന് വെച്ചാല് നല്ല സുമുഖന്മാരായിട്ടുള്ള കുറെ ചെറുപ്പക്കാരാണ്. അതായത് നമ്മുടെ കുഞ്ചാക്കോബനെ പോലെയൊക്കെ ഇരിക്കുന്ന നമ്മളൊന്ന് ജഡ്ജ് ചെയ്യുമല്ലോ, കൊള്ളാം, പക്ഷെ എന്റെ അത്ര വരത്തില്ല. ഇല്ല, അതിന്റെ അകത്തൊരു സംഭവം എന്ന് വെച്ചാല് ഞാൻ അത് വിചാരിച്ചില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാല് ഞാൻ ക്ലീൻ ഷേവ് ആണ്. ഞാൻ ഈ മഹാരാഷ്ട്രയിലായിരുന്ന കാരണം ഞാൻ ഈ മീശ വയ്ക്കൽ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് മീശയ്ക്ക് വലിയ മാർക്കറ്റ് ഇല്ല, അവിടെ വലിയ മാർക്കറ്റില്ല. അപ്പൊ നിങ്ങള് അന്നത്തെ ബോളിവുഡ് രോമത്തിന്റെ ഒരു കളിയാണെങ്കിലും ഭയങ്കര മാർക്കറ്റാണ് അവിടെ. അതെ അതെ സംഭവം. പക്ഷെ ഇപ്പൊ എല്ലാരും മീശയിലായിട്ടാണ് പിരിക്കുന്നത്. അതെന്താ പുതിയ ജനറേഷൻ വന്നപ്പോ അവർക്ക് മീശരഹിതന്മാരെയാ താല്പര്യം. അതെ 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 അതെ. ഞാനൊക്കെ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക. കാര്യം ഒരു പുതിയ തലമുറയോട് ഇഴുകാൻ നമുക്ക് എന്തെങ്കിലും വേണ്ടേ, അല്ലെങ്കിൽ അവരോട് ഒഴുകാൻ പറ്റത്തില്ല. അതെ അതെ അതെ. എന്നിട്ട് അപ്പൊ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് എന്നെ എന്തായാലും എടുക്കൂല. വെച്ചാല് നമ്മുടെ മലയാളി ഹീറോസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മീശ വേണം, കട്ടി മീശ വേണം. അപ്പൊ ഇവർക്ക് അതൊക്കെ ഉണ്ട്, നല്ല സുമുഖന്മാരാണ്. എന്തായാലും എം ജി ശ്രീകുമാർ സാർ പറഞ്ഞല്ലോ. അപ്പൊ എനിക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചെറിയ ഗേറ്റ് തുറന്നിറക്കുന്ന ഗേറ്റിന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും പുറകുന്ന ഒരാൾ ഇങ്ങനെ കൈകൊട്ടി വിളിച്ച് എങ്ങോട്ടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഡയറക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ പറഞ്ഞ ഇതിനാണ് ഞങ്ങൾ ഇവിടെ 6 തൊട്ട് ഞാൻ നിങ്ങൾ പോയി ക്യൂ നിൽക്കാം. അതെ, കോമ്പറ്റീറ്ററാണ്. അപ്പൊ ഞാൻ അബദ്ധത്തില് എന്തിനാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് പോലും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ പോലെയല്ല, ഞാൻ ഒരു ഉദ്യോഗസ്ഥനാണ് ഏറ്റല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് സമയമില്ല, എനിക്ക് പുള്ളി കണ്ടിട്ട് എനിക്ക് തിരിച്ചു പോകാനുള്ളതാണ്. അപ്പൊ അവരെന്തൊക്കെയോ തെറിയാണ് വിളിച്ചിരുന്നത്. അപ്പൊ ഞാൻ വിളിച്ചു കാണും, പറഞ്ഞു പോയല്ലോ. മാവച്ചിട്ടുള്ളത് തെറി എനിക്ക് മനസ്സിലായി. മറ്റുള്ളത് അത്ര പോപ്പുലർ അല്ല. പക്ഷെ ഹിന്ദി തെറിയായിരുന്നെങ്കിൽ അപ്പൊ എനിക്കത് ഇവർക്ക് കാണുമ്പോൾ അറിയാം. മീശൊന്നുമില്ല, നമ്മൾ ചെല്ലുമ്പോഴേ ഹിന്ദിയിലേക്ക് ഈ അലക്കി തേച്ച നടന്മാരുണ്ടല്ലോ, അവരൊരു ഫേസ് ഔട്ടല്ലേ ചെന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ആ ഒരു അസ്വസ്ഥ അവർക്ക് കാണും. ഞാൻ നേരെ കയറി ചെന്നു. അവിടെ ഡോർ തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ കയ്യിൽ കൊടുത്തിട്ട് ഒരാൾ പേപ്പർ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ അതേ ഇരിക്കുവാണ്. ഞാൻ ഡോർ ഇങ്ങനെ നോക്കി ചെയ്തപ്പോൾ ഡോർ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തുറന്നു. തന്നെ തുറന്ന മറ്റേ ഓടമ്പിലിട്ടിട്ടില്ല. അപ്പം ഇവിടെ ഇരിക്കുന്ന ആൾ എന്നെ ഒന്ന് മൊത്തം ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മിസ്റ്റർ ഹരിഹരനെ ഒന്ന് കാണാൻ. ഞാൻ മിസ്റ്റർ എം ജി ശ്രീകുമാർ പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് വരുവാന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം എന്നെ വീണ്ടും ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് മേളിൽ ഓഫീസിൽ വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ അയക്കാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ മേളിൽ ചെല്ലുമ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ് ഹരീഷ് വന്നിട്ട് ഡോർ തുറന്നു. ഞാൻ അവിടെ ഇരിക്കുവാണ്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കൈലി ആള് തന്നെ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ തെറുത്ത് പുള്ളി മേളിലേക്ക് വരുവാണ്. മേളിൽ വന്നിട്ട് അതെനിക്ക് അപ്പം അറിയില്ല. പുള്ളി എന്നോട് അങ്ങനെ പറഞ്ഞില്ലല്ലോ. പുള്ളി പറഞ്ഞ ഇപ്പൊ അയക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടോണ്ട് എണീറ്റൊന്നുമില്ല. വെച്ചാല് ഡയറക്ടർ അല്ലല്ലോ. മിനിമം ഡയറക്ടർ ആയിരിക്കണം നമ്മൾ എണീക്കണമെങ്കിൽ. അപ്പൊ ഇദ്ദേഹം വന്നു എന്നോട് യെസ് ഇതിങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മിസ്റ്റർ ഹരിഹരനെയാണ് കണ്ടത്. അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ തന്നെ ഹരിഹരൻ. അപ്പോൾ ഞാൻ എണീറ്റ് നിന്നു. അപ്പോഴേ ഞാൻ മൈൻഡിൽ ഫിക്സ് ചെയ്തു എന്റെ ചാൻസ് പോയി. പക്ഷെ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഞാനിത് ആഗ്രഹിച്ചിട്ടില്ല. എനിക്കൊരു നല്ല ജോലിയുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രം ചെന്നുള്ള രീതിയിലാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ എം ജി ശ്രീകുമാർ സാർ പറഞ്ഞിരുന്ന ഇന്റർവ്യൂ കാണും. അപ്പൊ ഞാനോടത്ത് ഇന്റർവ്യൂ ഒക്കെ എടുത്ത് ഇനി അഭിനയത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ക്യാമറ പറ്റിയോ ഒക്കെ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു പേടിയൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അദ്ദേഹം എന്നോട് ചോദിച്ചത് പേരെന്താണ്, വീട്ടിലാരൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. ഏതെങ്കിലും സിനിമയിൽ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ, അഭിനയിച്ച് പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഒരു പരിചയവും ഇല്ല. സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് ഇപ്പോഴും സ്റ്റേജ് ഫിയർ ആണ്. ഞാൻ കൊച്ചിലെ പോലും ഞാൻ ഒരു ഇതിലും പങ്കെടുത്തിട്ടില്ല.